നമസ്കാരം. ഒരു ദിവസം പാലക്കാട്ടുള്ള ചിന്മയ മിഷനിൽ തങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ സാറ് വളരെ വികാരത്തോടെ എന്നോട് കാര്യം പറഞ്ഞു. പ്രഭാകരൻ അറിയോ, അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ടവും ഒന്നിച്ചു ചേർന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി ജന്മം എടുക്കുന്നത് മുതൽ അവൻ വളർന്ന് വലുതായി അവസാനം മരിച്ച് പട്ടടയിൽ വച്ച് ഒരു കൈ ചാരമായി തീരുന്നത് വരെയുള്ള അവൻ്റെ അഭിവൃദ്ധിക്കുള്ള സകല അറിവുകളും സമൂഹത്തിന് അവന് ഉപകാരപ്രദമായ രീതിയിൽ സമൂഹത്തിനും ഉപകാരപ്രദമായ രീതിയിൽ വേണ്ട എല്ലാ അറിവുകളും നമുക്ക് ഗ്രന്ഥരൂപത്തിൽ എഴുതി തന്നിട്ടാണ് നമ്മുടെ പൂർവികന്മാർ പോയിട്ടുള്ളത്. വിദേശത്തുള്ള ആളുകൾ ഇതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലും അതുപോലെ അമേരിക്കയിലും കാനഡയിലുമുള്ള ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അവിടുത്തെ പ്രൊഫസർമാർ അവരുടെ മതത്തിൽ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് എന്നോട് പറയാറുണ്ട്. അതിനുവേണ്ടി കോടിക്കണക്കിനുള്ള പാരിതോഷികങ്ങളും അവർ എനിക്ക് വാഗ്ദാനം ചെയ്തു. പക്ഷേ ഇതൊക്കെ ആയിട്ടും നമ്മുടെ നാട്ടിലുള്ളവർ നമ്മുടെ ഈ പൈതൃകത്തെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് മനസ്സിന് വിഷമം തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ശിഷ്ട കാലം മുഴുവനും ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ നമ്മുടെ ആളുകളെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുവാനാണ് ഞാൻ ഒഴിഞ്ഞു വച്ചിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നതായി എനിക്ക് തോന്നാറുണ്ട്. ഇത് കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം എൻ്റെ മരണം വരെ എന്നും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നും ഒപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ എന്നെ വിട്ടിട്ട് പോയി കഴിഞ്ഞു. എന്നിരുന്നാലും അദ്ദേഹത്തോടുള്ള വാക്ക് പാലിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതും അദ്ദേഹം പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ പഠിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കൈവിളക്കായി അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള ആളുകൾ എൻ്റെ ഒപ്പം ഉണ്ടാകും എന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് സാറിൻ്റെ വീഡിയോ കാണാം. നമസ്കാരം. മുമ്പിലൊരു വിളക്ക് വെച്ച് 5 തിരിയിട്ട് ജാതവേദസ സുരവാമസോമരാതീയതോ നിദഹാദിവേദ സനപരിഷദതി ദുർഗാണി വിശ്വ നാവേവ സിന്ധും ദുരിതാത്യഗ്നിഹി നാവേവ സിന്ധും ദുരിതാത്യഗ്നിഹി. സിന്ധു നദിയില് ബോട്ട് കൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് കിടക്കുന്നത് പോലെ ദുരിതമയമായ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് കടക്കാനുള്ള അഗ്നിയെ മുമ്പിൽ നിർത്തിയിട്ട് പൂജ കഴിച്ചവരാണ് ഭാരതീയര്. എല്ലാ സ്ഥലവും ഞങ്ങൾക്ക് യോജിച്ചതാണ്. ഈ ചിന്താധാരകൾ വസ്തുത മനസ്സിലാക്കുന്ന ലോകം ഇന്നുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയില് കുറെ കാലം വർക്ക് ചെയ്യാൻ എനിക്ക് ഇടവന്നു. അമേരിക്കക്കാര് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സത്യം മനസ്സിലാക്കി. ഭാരതീയ പൈതൃകത്തിലെ ശാശ്വത സത്യങ്ങൾ വിവരിക്കുന്ന വേദങ്ങൾ ഒരു സ്ഥലത്ത്, ഇപ്പുറത്ത് കഥകൾ പറയുന്ന പുരാണങ്ങള്. ആ പുരാണങ്ങളില് ചീതി സംസാരിക്കുന്നുണ്ട്, പാമ്പ് സംസാരിക്കുന്നുണ്ട്, പരുന്ത് സംസാരിക്കുന്നുണ്ട്, മാടപ്രാവ് സംസാരിക്കുന്നുണ്ട്. കാരണം പുരാണ കഥ, പുരാണ നിത്യേവന സാധു സർവം. ഭാരതത്തിലെ പുരാണങ്ങള് കഥകളാണ്. ഇതേപോലെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പ്ലനേഷൻ ഭാരതത്തിലെ പുരാണങ്ങളിലുണ്ട്. അടിവരയിട്ട് പറയാണ്, പുരാണങ്ങളിലുണ്ട്. പക്ഷെ അത് പുരാണങ്ങൾ പുരാണ കഥകളാണ്, അതിനപ്പുറമല്ല. പുരാണങ്ങൾ സത്യവേദ പുസ്തകമല്ല. വേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അവിടെ കഥകളില്ല, അവിടെ ചരിത്രമില്ല. പ്രപഞ്ച ചൈതന്യത്തെ വിവരിക്കുന്ന പ്യുവർ നോളജ് കഥാപുസ്തകം. നമ്മുടെ അമ്പിളിയമ്മാവന്റെ കഥ മാതിരി, ബാലരമയിലെ കഥ മാതിരി വിവരിച്ചു കൊണ്ടുപോകുന്നു. ഇത്രയും ഞാൻ പറയാൻ കാരണം, ലോകം മുഴുവനും ഭാരതീയ ചിന്താധാരകൾ ശാസ്ത്രീയമായി അറിഞ്ഞ് ഇന്റർനെറ്റിലൂടെയും ഇമെയിലിലൂടെയും പുസ്തകങ്ങളിലൂടെയും സിഡിയിലൂടെയും കാസറ്റിലൂടെയും പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കുക. അതും വികാരത്തിന്റെ അടിസ്ഥാനത്തിലാകരുത്, വിചാരത്തിന്റെ അടിസ്ഥാനത്തിലാകണം. നമ്മുടെ സനാതനധർമ്മത്തിന്റെ അനുശാസകര്, സർവ ബന്ധുത്വം ഡിക്ലയർ ചെയ്തവര്, അവര് ക്രിസ്തുവിനെ സ്വീകരിച്ചില്ലേ? ബൈബിള് സ്വീകരിച്ചില്ലേ? ഖുർആൻ സ്വീകരിച്ചില്ലേ? മുഹമ്മദ് നബിയെ സ്വീകരിച്ചില്ലേ? ഉണ്ട്. മാതാ അമൃതാനന്ദമയ്യുടെ ആശ്രമത്തിൽ വള്ളിക്കാവിൽ പോവാ,
യേശുദേവന്റെ പടമുണ്ട് അവിടെ. രാമകൃഷ്ണ ആശ്രമത്തിൽ പോവുക, യേശുദേവന്റെ പടമുണ്ട് അവിടെ. വിവേകാനന്ദ മിഷനിൽ പോവുക, യേശുദേവന്റെ പടമുണ്ട് അവിടെ. മുഹമ്മദ് നബിയുടെ ചന്ദ്രക്കലയുമുണ്ട്. നാരായണ ഗുരുവിന്റെ ആശ്രമത്തില്, ആനന്ദ ആശ്രമത്തിൽ പോവുക കാസർഗോഡ്, എവിടെയെല്ലാം ഹിന്ദുവിന്റെ ആശ്രമങ്ങളുണ്ടോ ചന്ദ്രക്കലയും കുരിശും യേശുദേവനും അവിടെയുണ്ട്. പിതൃകർമ്മത്തിന് രാമേശ്വരത്തിലേക്ക് പോകുന്ന ആ ഹിന്ദുക്കളുടെ പിതൃകർമ്മത്തിനെടുക്കുന്ന ശുദ്ധജലം ധനുഷ്കോടിയിലെ കിണറ്, സർവ വ്യക്തികളുടെയും ബസ്സുകളില് പിതൃകർമ്മം അന്ധവിശ്വാസമാണ്, ഹിന്ദുത്വം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ബണ്ടിലിൽ ഇംഗ്ലീഷിലും തമിഴിലും ലഘുലേഖകൾ ഇറക്കുക. അത് ആവേശം കൊണ്ടല്ല ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. വേൾഡ് ഹിസ്റ്ററി ജേണൽ പറയുന്നു, ഫോർ ദ ലാസ്റ്റ് 2600 years of the history of Indians have never invaded any other country. Indians have never conquered any other country by military force. But Indians conquered the other country with the knowledge of Vedas. ഇന്ത്യക്കാരൻ പറഞ്ഞതല്ല, ജർമ്മൻകാരൻ പറഞ്ഞതാ. ഇന്റർനെറ്റിൽ നിങ്ങൾക്കത് കിട്ടും, അതേപോലെ കിട്ടും. ഇന്ത്യയുടെ മെറിറ്റിനെ കുറിച്ച് ജർമ്മനി പബ്ലിഷ് ചെയ്ത പുസ്തകത്തില് അവരത് പബ്ലിഷ് ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയിട്ടായിരുന്നു. അതും അതിൽ പറയുന്നുണ്ട്. ഈ നാടുകാര് അടങ്ങിയിട്ടുണ്ട്, സഹനാവതു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുവിനെ മാനവ മൈത്രി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഹിന്ദുവിനെ മതസൗഹാർദ്ദം പഠിപ്പിക്കാൻ എല്ലാ മലയാള മാസവും ഗുരുവായൂരിൽ പോകുന്നവർ ശ്രമിക്കണമെന്നില്ല. ഞങ്ങൾക്കറിയാം, ഇന്നുവരെ അതാണ്.